ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ്. അയല മീൻ വെച്ചിട്ടാണ് ഞാൻ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. മീനിലേക്ക് മസാല വരട്ടണം. അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് നല്ല പെരിഞ്ജീരകം എടുത്തേക്കണ, വലിയ ജീരകം, അതേപോലെ ഒരു 8-9 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു അര സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 10 കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ 10 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറും കിട്ടുമല്ല. ഇനി ഇതിലേക്ക് ഞാൻ എരിവുള്ള ഒരു അര സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് നല്ലപോലെ പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരക്കണ നേരത്ത് ഒരു സ്പൂണ് സുർക്ക അല്ലേ, വിനാഗിരി, അതും ഒഴിച്ചു കൊടുക്കുക. ഒരു അര സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ട നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് മസാല പരട്ടി കൊടുക്കാം. ഈ മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അയല മീനാണ് എടുത്തിട്ടുള്ളത്. 2 അയല മീനാണ്, നല്ല വലിയ മീനാണ്. ഇതേപോലെ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ അടുപ്പിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് പരട്ടി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മുഴുവനും മസാല ചിലപ്പോൾ വേണ്ടി വരില്ല കേട്ടോ. എടുത്ത് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വീണ്ടും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കുക. നല്ലപോലെ നമുക്ക് മീനുമല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീനുമലൊക്കെ ഇപ്പോൾ നല്ലപോലെ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കണ്ട വരിഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീനിപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മസാല പരട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവൻ മീൻ അതിടണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ, ഞാനിപ്പോൾ കട്ട് ചെയ്തെന്നുള്ളൂ. ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മറിച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, വേഗമായിക്കോളും. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. മസാലകളൊക്കെ നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റല്ലേ, സിമ്പിളല്ലേ ചെയ്യാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.